ചട്ടിക്കകത്ത് വാഴയിൽ പൊതിഞ്ഞ് ദമ്മാക്കിയെടുത്ത ഈ പൊറോട്ട ഉണ്ടല്ലോ, ആ ദമ്മ് പൊട്ടിക്കുമ്പോൾ കിട്ടുന്ന ഒരു മണം, ഒരു അടാറ് മണം തന്നെയാണ്. അതെല്ലാം ആ കോഴിക്കറിയും എല്ലാം കൂടെ കിടന്ന് ഇങ്ങനെ ദമ്മാക്കി വന്ന ആ ഒരു പൊറോട്ട വായിലിടുമ്പോൾ തന്നെ അലിഞ്ഞങ്ങ് പോകും. ഇതെന്തായാലും നമുക്ക് എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ പെട്ടെന്ന് ഒരു ഫാസ്റ്റ് ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ നമുക്കിത് കാണാം. നല്ല നാടൻ വെളിച്ചെണ്ണയിൽ തേങ്ങാക്കൊത്ത് വറുത്തെടുത്തുണ്ടാക്കിയ കോഴിക്കറി, തനി നാടൻ ടേസ്റ്റുള്ള, വലിയ ഡെക്കറേഷനൊന്നും ഇല്ലാതെ ഉണ്ടാക്കിയ നാടൻ കോഴിക്കറി. കോഴിക്കറിക്ക് പകരം നിങ്ങൾക്ക് ബീഫോ മട്ടനോ ഇഷ്ടമുള്ള ഏത് കറി വേണമെങ്കിലും ഉണ്ടാക്കാം. തീരെ അങ്ങ് പറ്റിച്ച കോഴിക്കറി ആവരുത്. കുറച്ച് ഗ്രേവിയോട് കൂടി എടുത്ത ആ ഒരു കോഴിക്കറി നല്ല കലക്കി നമ്മൾ ആ ചാറോട് കൂടി നമുക്ക് കോരി എടുക്കുക. ഒരു ചട്ടിയിലേക്ക് ആദ്യം ഒരു ലെയർ കറി ഒഴിക്കുക. ഗ്രേവി കുറച്ച് കൂടുതൽ ഒഴിക്കണം, കാരണം അടിയിൽ അല്ലെങ്കിൽ പറ്റി കരിഞ്ഞു പോകും. ആദ്യം നല്ല ഒരു ലെയർ ഗ്രേവിയും അതിൻ്റെ കുറച്ച് പീസും കൂടെ ചിക്കൻ കറി കോഴിക്കറി ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരു ലെയർ പൊറോട്ട എടുക്കുക. 4 or 5 പൊറോട്ട വെച്ചിട്ട് ഒരു ലെയർ നമ്മൾ സെറ്റ് ചെയ്യുക. അതിൻ്റെ മുകളിലേക്ക് വീണ്ടും കുറച്ച് ഗ്രേവി നന്നായിട്ട് ഒഴിച്ച് പീസും എല്ലാം കൂടെ നന്നായിട്ട്, ആ പൊറോട്ടയൊക്കെ നന്നായിട്ട് കുതിർന്ന് വരുന്ന രീതിയിൽ നന്നായിട്ട് ഗ്രേവി ഒഴിച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിൽ വീണ്ടും നമ്മൾ ഒരു ലെയർ പൊറോട്ട വെക്കുക. അതിൻ്റെ മുകളിൽ നമ്മൾ പുഴുങ്ങിയ മുട്ട മുറിച്ചോ അല്ലാതെയോ അതിൻ്റെ മുകളിലൊന്ന് നിരത്തി കൊടുക്കുക. മുട്ടയ്ക്ക് പകരം നിങ്ങൾ കോഴി ഫ്രൈ ചെയ്തതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും മിക്സ് ചെയ്ത് ചേർക്കാം. അതിൻ്റെ കൂടെ നല്ല നെയ്ക്കകത്ത് മൊരിച്ചെടുത്ത അണ്ടിപ്പരിപ്പും കിസ്മിസും അത് ഒന്ന് അതിൻ്റെ മുകളിൽ വിതറി കൊടുക്കുക. അതിനുശേഷം കുറച്ച് മല്ലിയില പൊടിപൊടിയായി അരിഞ്ഞത് വിതറി കൊടുക്കുക. എന്നിട്ട് വീണ്ടും അതിലേക്ക് ആ മുട്ടയുടെ മുകളിലേക്ക് നല്ല ആ കോഴിക്കറിയുടെ ഗ്രേവി ഒന്ന് ഒഴിച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. വീണ്ടും അതിൻ്റെ മുകളിലേക്ക് ഒരു ലെയർ പൊറോട്ട അടുക്കി വയ്ക്കുക. വീണ്ടും ഒരു ലെയർ അണ്ടിപ്പരിപ്പും കിസ്മിസും അതിൻ്റെ മുകളിൽ വിതറുക. ചെറുനാരങ്ങ ചെറുതായിട്ട് കനം കുറച്ച് മുറിച്ചത് ഒരു ലെയർ അവിടെ ഇവിടെ നിരത്തുക. പിന്നെ നല്ല സവാള കനം കുറച്ച് അരിഞ്ഞതും പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടെ അതിൻ്റെ മുകളിൽ ചുറ്റിനും വെതറി കൊടുക്കുക. കാരണം ഇതിൻ്റെ ഏറ്റവും നല്ല ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ സവാള ഈ പച്ചമുളകും ഇടയ്ക്ക് അതിനെ കഴിക്കാൻ കിട്ടുന്നതാണ്. കുറച്ച് മല്ലിയില കൊത്തി അരിഞ്ഞതും കൂടെ അതിൻ്റെ മുകളിൽ വിതറിയതിന് ശേഷം നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുത്ത ബാക്കി നെയ്യ് ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിലൊന്നും ചുറ്റിനും ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം കുറച്ച് ഗരം മസാലപ്പൊടി അതിൻ്റെ മുകളിൽ ആകെ ഒന്ന് വിതറി കൊടുക്കുക. ദമ്മാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചട്ടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിനെ ദമ്മാക്കാം. അതിനായിട്ട് ഒരു നല്ല വാഴയില എടുത്ത് ഒന്ന് ചെറുതായിട്ട് വാട്ടിയെടുത്തതിന് ശേഷം അതിനെ ടൈറ്റായിട്ട് കെട്ടിവെക്കുക. വാഴയിലയില്ലെങ്കിൽ അലുമിനിയം ഫോയിലോ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ മാവ് കുഴച്ചിട്ട് ഏതെങ്കിലും അടപ്പ് ടൈറ്റായിട്ട് സീൽ ചെയ്ത് വെച്ചാലും മതി. നന്നായിട്ട് ഇതിനെ കെട്ടി നമുക്ക് അടുപ്പത്ത് ഏറ്റവും ചെറിയ തീയിൽ ഒരു 5 to 10 മിനിറ്റ് വരെ ഒന്ന് ദമ്മാക്കുക. അത് ടൈമില്ല, നിങ്ങളുടെ കലം ചൂടായി വരുന്ന അത്രയും സമയം ഒന്ന് ദമ്മാക്കി എടുക്കുക. ഒരു ഭാരത്തിന് വേണ്ടിയിട്ട് ഒരു അടപ്പും കൂടെ വെച്ച് അടച്ചെടുക്കുക. ദമ്മ് പൊട്ടിച്ചതിന് ശേഷം ചൂടോടെ ആ ഗ്രേവിയിൽ കുതിർന്ന ആ പൊറോട്ട എല്ലാവരും കൂടെ നല്ല രുചികരമായിട്ട് ആസ്വദിച്ച് കഴിക്കുക. ഒരു കിടില ഐറ്റം തന്നെയാണ്. ഇതെല്ലാവരും എന്തായാലും ഉണ്ടാക്കി നോക്കണം.